എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെക്ക് ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന നയന ആകെപ്പാടെ സങ്കടപ്പെട്ട് മുറിയിലേക്ക് വരുമായിരുന്നു. നവ്യനെ കുറിച്ച് ഓർത്തിട്ടാ. ചേച്ചി എന്താ ഇങ്ങനെ പലവട്ട സത്യങ്ങൾ തുറന്നു പറയാൻ പറഞ്ഞ ഇനി ഈ കുടുംബത്തിലുള്ളവരൊക്കെ അറിഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല. ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ആദർശ മുറി കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ആദർശാണ് ഇത് എന്ത് പറ്റി, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ താൻ തന്റെ കൂട്ടുകാരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണോ വിജിതയോട് പറഞ്ഞത് ആളൊക്കെ അങ്ങ് കൊണ്ടെന്ന് തോന്നേ. അത് കുഴപ്പമില്ല, ഇച്ചിരി ഇരിക്കട്ടെ. അങ്ങനെയൊക്കെ ഇവിടെ നയന മുറിയിലേക്ക് വരികയാണ്. അപ്പം ആദർശ് ചോദിച്ചു, അല്ല നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. എന്ത് അല്ല, ഫോണിൽ കൂടെ നിന്റെ ഫ്രണ്ടിനോട് അങ്ങനെയൊക്കെ പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കണം. ഓ അതാണോ, അത് ഞാൻ പറഞ്ഞാൽ എന്താ ആദർശമായിട്ടാ തെറ്റിരിക്കണെന്ന് ചോദിക്കണം. ഒരു തെറ്റുമില്ലേ, നീ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തേ? പോലീസ് സ്റ്റേഷൻ കൊണ്ട് കേസ് കൊടുക്കുക, അതും പറ്റില്ല ഇങ്ങോട്ട് തീർത്ത് കളഞ്ഞേക്കാൻ. തീർത്ത് കളഞ്ഞിട്ട് നിന്നെ സഹായിക്കാൻ ആരുമില്ല, ഇങ്ങോട്ട് വന്നാൽ മതി, എന്റെ ഭർത്താവ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തോളൂ എന്ന്. അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പിന്നെ നാട്ടുകാരെ മൊത്തം ഇങ്ങനെ ഒരു കൊലക്കുറ്റം ചെയ്തിട്ട് വരുമ്പോൾ സഹായിക്കായിരിക്കുമല്ലേ എന്ന് ചോദിക്കുവാണ് ഞാൻ. ആദർശേട്ടാ, ആദർശാണ് ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു പെൺകുട്ടി ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം പ്രതീക്ഷയോട് കൂടിയായിരിക്കും ഒരു വിവാഹശേഷം ആ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. പക്ഷെ അവരുടെ പ്രതീക്ഷകളെല്ലാം തകർക്കുന്ന സംഭവങ്ങൾ ആ കുടുംബത്തിലുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ല. ഇച്ചിരി പാവ ഒരു പെൺകുട്ടിയാണ്, തിരിച്ചൊന്നും പറയാൻ കഴിവില്ലാത്തവളാണെങ്കിൽ അതൊക്കെ സഹിച്ചു കേട്ട് നിൽക്കുകയുള്ളൂ. പക്ഷെ തൻ്റെ ഇടമുള്ള പെൺകുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യും, തിരിച്ച് പ്രതികരിക്കും. പക്ഷെ എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള കഴിവൊന്നും അവൾക്കില്ല. അവളെല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുള്ളൂ. അവളുടെ സങ്കടങ്ങളൊക്കെ എന്നോട് വിളിച്ചു പറഞ്ഞ്, കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലമായിട്ട് അവളുടെ ഭർത്താവും അമ്മായിമ്മ അവളെ അതുപോലെ തന്നെ ദ്രോഹിക്കുന്നുണ്ട്. സഹിക്കാൻ പറ്റാതെ വന്നുമ്പോൾ അവൾ എന്നെ വിളിക്കുന്നത്. പക്ഷെ അവരോടൊക്കെ ക്ഷമിക്കണമെന്നാണ് ആദർശേട്ടൻ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് തക്ക മറുപടി കൊടുക്കണ്ടേന്ന് ചോദിക്കണം. എന്നാലും അങ്ങനെയൊക്കെ എന്തെന്നാലും അങ്ങനെ ഒന്നുമില്ല. ഇതുപോലെ ചിലരുണ്ട്, വേറെ മറ്റു ഉണ്ട് ഭാര്യയോട് സ്നേഹമാണെന്ന് പറഞ്ഞ് അഭിനയിക്കുന്നത്. അത്ര അതിനേക്കാളും വലിയ വഞ്ചനയൊന്നും ഈ ലോകത്തിലില്ല എന്ന് പറയണം. അല്ല എന്താ നീ അങ്ങനെയൊക്കെ പറയണേ? അല്ല, ഓരോരുത്തരുടെ കാര്യം ഞാനങ്ങ് പറയുന്നേ ഉള്ളൂ. പൊതുവെ നമ്മൾ കാണുന്ന കാര്യമാണല്ലോ എന്ന് പറയണം. ആദർശന് മനസ്സിലായി ഇവളെന്തോ മനസ്സിൽ വെച്ചാണ്ടാണല്ലോ പറയണെന്ന്. പിന്നീട് നയനി ഇങ്ങനെ കാലിൽ ഇങ്ങനെ വേദന കൊണ്ട് ഇങ്ങനെ തിരുമാണ്. എന്ത് പറ്റുന്നത് കാലിന്, എന്നാ പറ്റിയെന്ന് ചോദിക്കണം. അല്ല, കാലിന് ഒരു വേദനയുണ്ട്, ഒന്ന് തട്ടിയതാന്ന് പറയാണ്. ഓ അതാണോ, ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ കുഴമ്പ് തേക്കാം, നീ ഞാൻ ബെഡിലേക്ക് ഇരിക്കാൻ പറയണം. വേണ്ടാന്ന് പറയണം. ഞാൻ പറയുന്ന അനുസരിക്കുന്ന നയനെ, നീ അവിടെ ബെഡിലേക്ക് ഇരിക്കാൻ പറയണം. നയനെ അങ്ങനെ അവിടെ പിടിച്ചിരുത്തുവാണ് ആദർശ്. പിന്നീട് ഞാൻ ഇച്ചിരി ഓയിൽമെന്റ് എടുത്തുകൊണ്ടൊന്ന് പുരട്ടി തരാമെന്ന് പറഞ്ഞിട്ട് ആദർശ് പോയി കുറച്ച് ഓയിൽമെന്റ് എടുത്തുകൊണ്ട് വരുവാണ്. അതിനുശേഷം നയനോട് പറഞ്ഞ് കാലും കൂടെ കയറ്റി വെക്കാൻ പറഞ്ഞിട്ട് നയനയുടെ കാലെ പതുക്കെ തിരുമ്മിക്കൊണ്ടിരിക്കുക. നയന ഇങ്ങനെ ആദർശനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ സ്നേഹം സത്യമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. താൻ എത്രമാത്രം കൊതിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ഇതൊക്കെ വെറും അഭിനയമല്ലേ, തന്നോട് ഇത്ര പോലും ഇഷ്ടമില്ല. ആ കത്തിൽ എഴുതി വെച്ചിട്ടും കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ ആദർശേട്ടൻ കാണിക്കുന്നതൊക്കെ വെറുതെയാ. മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി മാത്രം എന്നോട് കാണിക്കുന്ന ഒരു അഭിനയം മാത്രമാണ്. അതൊക്കെ ഓർത്തപ്പം നയനയ്ക്ക് സഹിച്ചില്ല. ഈ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ട് അവരോട് വരുന്നേ. ആദർശന് മുറിയിലേക്ക് വന്നാണ്. അപ്പോഴാണ് നയനയുടെ കാല് തിരുമ്മിക്കൊണ്ടിരിക്കുന്ന ആദർശനെ കണ്ടത്. വേണ്ട, ഇപ്പോഴങ്ങോട്ട് പോകണ്ട, രണ്ടുപേരും കൂടെ നന്നായിട്ട് സന്തോഷിച്ചിരിക്കുന്ന സമയമാണ്. അങ്ങനെ ആ കാഴ്ച കണ്ടപ്പോഴത്തേനും മുത്തശ്ശനും മുത്തശ്ശിക്കും സന്തോഷമായി. മുത്തശ്ശി പറഞ്ഞ്, കണ്ടോ എത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് നയനയുടെ കെയർ ചെയ്യുന്ന ആദർശ്. നമ്മള് ഇവനെയാണല്ലോ സംശയിച്ചതെന്ന് മുത്തശ്ശനോട് പറയാണ്. അപ്പൊ ഇവര് വന്നിട്ട് പോകുന്ന നയനെ കണ്ടായിരുന്നു. ഓഹോ, അപ്പൊ ഇവരെ കാണിക്കാനുള്ള ഒരു അഭിനയം മാത്രമായിരുന്നു ആദർശന്റെ അല്ലേ? കൊള്ളാം, ഇത്രയും കാലത്തെ അഭിനയത്തെ പോലെ തന്നെ വീണ്ടും മുത്തശ്ശനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ കാഴ്ചവെച്ചു, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ നയനയ്ക്ക് എന്താണെങ്കിലും ആ കാര്യം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആദർശം അറിഞ്ഞുകൊണ്ട് ആദർശം മനസ്സറിഞ്ഞ് സ്നേഹത്തോടെ ചെയ്തിരുന്നെങ്കിലെന്ന് ഒരു നിമിഷം കൂടെ നയനെ ആഗ്രഹിച്ചു പോയി. പിന്നീട് നയന പറഞ്ഞു, മതി മതി, തിരുമിത് മതി എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കണം. എന്താ നിന്റെ വേദന കുറഞ്ഞോ? ഇത്രയൊക്കെ വേദന കുറഞ്ഞത് മതി, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, കാലൊക്കെ നന്നായിട്ട് അനക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇച്ചോടെ തിരുമ്മിത്തരാം, വേണ്ടാന്ന് പറഞ്ഞില്ലെന്ന് പറയാണ്. പിന്നീട് ആദർശം അങ്ങോട്ട് ഇറങ്ങിപ്പോവാ. നയനിക്ക് അങ്ങോട്ട് വിഷമമായി. ആദർശന്റെ ഈ സ്നേഹം ഇത് കാണുമ്പോഴേ സങ്കടം വരും. തനിക്ക് എന്തൊക്കെ കാണിച്ചാലും തനിക്ക് ആദർശാനെ വെറുക്കാൻ പറ്റുന്നില്ലോ. തൻ്റെ ഉള്ളിൽ താൻ ആദർശാനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് നേരെ ഭഗവാന്റെ അടുത്തേക്ക് പോവാണ്, പൂജാമുറിയിലേക്ക്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും നയനയുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകുക. എന്റെ ഭഗവാനെ, നിനക്കറിയാലോ ഞാൻ എത്രമാത്രം ആദർശാനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഇവിടെ വന്ന ആദ്യ നാളുകളിലൊന്നും എനിക്ക് ആദർശാനെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ എപ്പോഴും ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അത് ആദർശാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാ. പക്ഷെ ആ കത്ത് കണ്ടതോടുകൂടി എൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യാനാ ഭഗവാനെ, എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്നുള്ളേ. മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി മാത്രം ആദർശാൻ എന്നെ സ്നേഹിക്കുന്നേ. അങ്ങനെയുള്ളത് ഞാൻ എങ്ങനെയാ നിൽക്കുന്നേ? ഒരു പക്ഷെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ മുത്തശ്ശനും മുത്തശ്ശിക്കും അത് വിഷമാവും. അവരെ വേദനിപ്പിച്ചുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് എനിക്ക് പോകാൻ വയ്യ.
നീ ആയിട്ട് എന്തെങ്കിലും വഴി പറഞ്ഞാട്ട്. നിനക്കറിയാലോ എത്രമാത്രം വേദനകൾ എനിക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, എൻ്റെ അമ്മായിമ്മയുടെ അടുത്തുനിന്നാണെങ്കിലും അല്ല. എന്നിട്ട് പോലും ഞാൻ ഇവിടെ നിന്നില്ലേ. പക്ഷെ അന്നൊന്നും എനിക്ക് ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ആദർശമായിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊരു വിശ്വാസമായിരുന്നു. പക്ഷെ എൻ്റെ ആ വിശ്വാസമൊക്കെ തകർന്നു പോയേക്കുന്നേ. ഇനി നീ എനിക്കൊരു ആശ്രയമുള്ളൂ. നീ എന്നെ സഹായിക്കണം. ഒന്നെങ്കിൽ എന്നെ ഇവിടെ നിൽക്കാനായിട്ട് എന്നെ സഹായിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടേലും പൊക്കോളാം. നീ ആയിട്ട് എനിക്കൊരു മാർഗം കാണിച്ചാ ഭഗവാനെന്ന് പറഞ്ഞുകൊണ്ട് മനമുരുകി ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുവാണ്. സഹിക്കാൻ പറ്റുന്നില്ല. അതോടൊപ്പം തന്നെ നവ്യയുടെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നവ്യ ഈ കാണിക്കുന്ന പരിപാടി ഒരുപക്ഷെ ഈ കുടുംബത്തിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയ പ്രശ്നമാവുമെന്ന് അതിനെക്കുറിച്ചും നയനയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. നവ്യയ്ക്ക് അതിനെക്കുറിച്ച് എന്തില്ലെങ്കിലും നയനയ്ക്കറിയാം ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തപുരി തറവാടിൽ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത്. അതിനുശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ ഇങ്ങനെ ആലോചിച്ചിരിക്കുക. ഓ, ഇനിയിപ്പോൾ എങ്ങനെ രക്ഷപ്പെടും ഇതിനകത്ത്. തനിക്ക് വേണ്ടി ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ചുറ്റലാവും തനിക്ക്. തനിക്കൊരു ഫ്രീഡം കാണത്തില്ല. അവർ തൻ്റെ സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ താൻ ഈ വീട്ടിൽ നിന്ന് പുറത്താകുമോ, അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുവിൻ്റെ അടുത്തേക്ക് അനി വരുന്നുണ്ട്. അപ്പം നന്ദുവിനെ കാണണമെന്ന് അനി പറഞ്ഞായിരുന്നു. പക്ഷെ അനാമികയും കൂടെ ഉണ്ടാകുന്ന ഒരിക്കലും നന്ദു പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു. അങ്ങനെ നന്ദുവിൻ്റെ അടുത്തേക്ക് അനി വന്നിട്ട് പറഞ്ഞു, അതെ കുറെ സമയമായി എന്നെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ടെന്ന് പറയണേ. ഇല്ല, കുറച്ച് സമയമായുള്ളൂ എന്ന് പറയണം. അനാമിക കൂടെ ഉള്ളതുകൊണ്ട് അനിയോട് കൂടുതൽ സംസാരിക്കാനായിട്ട് നന്ദുവിന് താല്പര്യമില്ലായിരുന്നു. പിന്നീട് അനാമിക പറഞ്ഞു, അതെ ഞാനും അനിയും കൂടെ ഒന്നാവരുടെ കാരണം നന്ദുവല്ലേ എന്ന് ചോദിക്കുകയാണ്. നന്ദു വെറുതെ ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. നന്ദു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നീട് പറഞ്ഞു, അതിന് നന്ദുവിന് ഞങ്ങളൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാണ്. കല്യാണമൊക്കെ അല്ലേ, ഞങ്ങളുടെ എൻഗേജ്മെന്റും ഒക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പം നന്ദുവിന് ഒരു ഗിഫ്റ്റ് തരണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അനി പറഞ്ഞു, അതിനെന്താ കൊടുത്തോളം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ ഗിഫ്റ്റ് എന്ത് ചെയ്യുവാണ്, അനാമിക നേരെ നന്ദുവിൻ്റെയിലേക്ക് കൊടുക്കുക. അപ്പം നന്ദു പറഞ്ഞു, വേണ്ട എനിക്ക് ഈ ഗിഫ്റ്റ് ഒന്നും വേണ്ടാന്ന് പറയണം. നന്ദുവിൻ്റെ മനമാകെപ്പാടെ ഉരുകിയിരിക്കുക. അനാമികനെ അനിയും കൂടെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദുവിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശരി അന്ന് ഞാൻ പൊക്കോട്ടെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അനി ചോദിച്ചിട്ട്, എന്താ നന്ദു നീ ഇങ്ങനെ പെട്ടെന്ന് പോന്നേ, കുറച്ച് സമയം കൂടെ നിൽക്കുക, ഇപ്പോഴും ഇങ്ങോട്ട് വന്നതല്ലേ എന്നുള്ളതെന്ന് ചോദിക്കുകയാണ് ഞങ്ങള്. അനാമികയോട് നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് നന്ദുവിന് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നേ, അതാന്ന് തോന്നുന്നത് നന്ദു പെട്ടെന്ന് പോകുന്നതെന്ന് പറയണ. ആ നന്ദുവിന് ഗിഫ്റ്റ്, നിനക്ക് അവളെക്കുറിച്ച് ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ. അവൾക്ക് അങ്ങനെ സെന്റിമെന്റ്സ് ഒന്നും ഇല്ല, അവൾക്കതൊന്നും ഒരു പ്രശ്നമല്ലെന്ന് പറയാം. അന്ന് എന്താ ഗിഫ്റ്റ് വാങ്ങിക്കാത്തെ, ഈ ഗിഫ്റ്റ് വാങ്ങാൻ പറയണ. നന്ദുവിനോട് അനി പറഞ്ഞു, ഈ ഗിഫ്റ്റ് വാങ്ങ്, സ്നേഹത്തോടെ തരുന്നല്ലെന്ന് പറയാണ്. പിന്നീട് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഗിഫ്റ്റ് അങ്ങോട്ട് വാങ്ങുവാണ്. ഗിഫ്റ്റ് വാങ്ങി കഴിയുമ്പോഴത്തേനും നന്ദുവിനോട് ചോദിച്ചു, അല്ല എന്താ ഗിഫ്റ്റ് തുറന്നു നോക്കാത്തെ, അതൊന്ന് തുറന്നു നോക്കാം എന്താണെന്ന് അറിയാലോ എന്ന് പറയണേ. വേണ്ട ഞാനിത് വീട്ടിൽ ചെന്ന് തുറന്നു നോക്കിയോളാം. തുറന്നു നോക്കാൻ പറയണ. അവസാനം മനസ്സോടെ നന്ദു അത് ഓപ്പൺ ചെയ്യുവാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് കണ്ടൊരു സാരിയാണ്. സാരി കണ്ട നന്ദുവിൻ്റെ മുഖം അങ്ങോട്ട് മാറി. നന്ദു പെട്ടെന്ന് സാരി തിരിച്ചു കൊടുത്തിട്ട് അനാമികയോട് എനിക്ക് ഈ ഗിഫ്റ്റ് വേണ്ടാന്ന് പറയണ. അതെന്താ സാരി ആയതുകൊണ്ടാണോ? അനി പറഞ്ഞു, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ ഇതൊന്നും എടുക്കണ്ടാന്ന്. ഇതൊന്നും അവൾ യൂസ് ചെയ്യുന്നല്ല. അവൾക്ക് എപ്പോഴും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൺകുട്ടികളെ പോലെ ഇങ്ങനെ നടക്കാൻ ഇഷ്ടം, അല്ലാതെ ഇങ്ങനെ സാരിയും വലിച്ചു ചുറ്റി നടക്കാനൊന്നും അവൾക്ക് ഇഷ്ടമില്ല എന്ന് പറയണം. അതെന്താ, ഞാൻ സ്നേഹത്തോടെ വാങ്ങിയതല്ലേ, എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് നന്ദു സാരി എടുത്ത് കാണണമെന്ന്, അതാന്ന് പറയാം. വേണ്ടാന്ന് പറഞ്ഞില്ല. അവസാനം നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ നന്ദു അത് വാങ്ങുവാണ് ഗിഫ്റ്റ്. മനസ്സിലാ അത് വാങ്ങിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. എനിക്കും മനസ്സിലായി നന്ദുവിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെയോ ഒരു വിഷമമുണ്ട്. പക്ഷെ അനാമിക ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും തുറന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. പിന്നീട് കാണിക്കുന്ന മുത്തശ്ശിയും ദേവയാനിയും എല്ലാവരും കൂടെ ഹാളിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം നയനെ അങ്ങോട്ട് മുത്തശ്ശിക്കുള്ള ചായയൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുവാണ്. ഈ സമയത്താണ് അങ്ങോട്ട് നമ്മുടെ കനക പാഞ്ഞു പെറുക്കി വരുന്നത്. കനകയുണ്ട്, ഗോവിന്ദനുണ്ട്. കനക വന്നപ്പോൾ തന്നെ ചോദിച്ചു, എന്ത് പറ്റി നവ്യക്ക്, എന്ത് പറ്റിയെന്ന് ചോദിച്ചോണ്ടാ വരുന്നത്. പെട്ടെന്ന് തന്നെ നയനെ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, നയനേച്ചിക്ക് ഒരു കുഴപ്പമില്ല അമ്മയെന്ന് പറയണ. ഒരു കുഴപ്പമില്ല, എന്നിട്ടാണോ തല ഇറങ്ങി വീണെന്നൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അവൾ എന്തിയെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ട് നവ്യയും അഭിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. എന്ത് പറ്റി മോളെ, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു ഓടി നവ്യയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. സൂക്ഷിക്കണ്ടേ ഈ സമയത്തൊക്കെ, തലയിറക്കമൊക്കെ ഉണ്ടാവെങ്കിൽ നിനക്ക് മുറിയിൽ എവിടെയെങ്കിലും ഇരുന്നാൽ പോരെ, അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങി നടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണം. അമ്മേ ഞാൻ നിനക്ക് അല്ലേലും ഒരു ശ്രദ്ധയില്ലേ ഇപ്പൊ നിന്റെ കാര്യത്തില്, നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ, നിനക്ക് വല്ല ബോധമുണ്ടോ? മുമ്പ് നീ വീണ സമയത്തൊക്കെ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ശ്രദ്ധിക്കണമെന്ന്, എന്നിട്ട് നീ ഒന്ന് ശ്രദ്ധിച്ചല്ലോ എന്ന് പറയണം. ജലജ അപ്പം അങ്ങോട്ട് വന്നു. ജലജ വന്നിട്ട് പറഞ്ഞു, എല്ലാവരുടെയും കൺമുന്നിൽ വെച്ച് അവൾ തല ഇറങ്ങി വീണോണ്ട് കുഴപ്പമില്ല, അല്ലായിരുന്നെ പറഞ്ഞാൽ ഞാനും എൻ്റെ മോനും കൂടി എന്തെങ്കിലും ചെയ്തിട്ട് അവൾ വീണതാന്നുള്ളത്. ഭാഗ്യത്തിന് എല്ലാവരും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ മേലിൽ പഴി വീണില്ല, അല്ലെ ഞങ്ങൾ വല്ല തള്ളിയിട്ടാന്നും കൂടെ പറഞ്ഞ അവളെ ഇല്ലാതാക്കാനായിട്ട്. കനക പറഞ്ഞു, എന്തിനാ നേരത്തെ ഇങ്ങനെ വെറുതെ എഴുതാപ്പുറം വായിക്കുന്നത്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലോ എന്ന് പറയണം. മുത്തശ്ശൻ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ ജലജ, നമ്മുടെ വീട്ടിലൊക്കെ ഒരാൾ വന്നു കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നതെന്ന് ചോദിക്കുക. ഞാനുള്ള കാര്യം പറഞ്ഞ അച്ഛാ, ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കണേന്ന് ചോദിക്കുകയാണ്.
ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു, അല്ലെങ്കിലും ജലജയ്ക്ക് ഇങ്ങനെ ആരെങ്കിലും വന്ന് കഴിയുമ്പോഴത്തേന് അവരൊരു കുറ്റപ്പെടുത്തൽ പതിവുള്ളതാ. ഇതേ തന്നെ നാവടക്കി വെച്ചോ കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് വന്ന അതിഥികൾ അവര്, അത് വെറും അതിഥികളല്ല, നമ്മുടെ നയനയുടെ അച്ഛനും അമ്മയല്ലേ. അവരിങ്ങനെ അവരുടെ മോളെ കാണാൻ വരുമ്പോ ഇങ്ങനെയൊക്കെയാണ് നീ പറയണേന്ന് ചോദിക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജലജയ്ക്കാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. വരേണ്ടിയിരുന്നിരുന്ന ഒരു നിമിഷം തോന്നിപ്പോയി. പിന്നീട് കനക പറഞ്ഞു, അതെ അമ്മ പറയുന്നോണ്ടൊന്നും തോന്നരുത്, ഞങ്ങള് നവ്യേനെ കുറച്ചു ദിവസം വീട്ടിൽ കൊണ്ടേ നിർത്തിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. അതെന്താ ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ? അല്ല, അവൾക്ക് വയ്യായികയല്ലേ, വീട്ടിലാണെങ്കിൽ എനിക്ക് ശ്രദ്ധിക്കാനും പറ്റുമെന്ന് പറയാണ്. ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല, അവൾക്ക് വേണ്ടി ഇവിടെ ഹോം നേഴ്സിനെ ഏർപ്പാടാക്കുന്നുണ്ടെന്ന് പറയാം. ഹോം നേഴ്സിനെയോ? അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അവളെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോക്കോളാം, അവിടെ ആണെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല എന്ന് പറയാ. ഗോവിന്ദനും അത് തന്നെ പറഞ്ഞു. അതിന്റെ ആവശ്യമൊന്നും ഇല്ല, കാരണം വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞിട്ടില്ല. വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ കൊണ്ടുപോക്കോ, അത് കഴിഞ്ഞ് പിന്നെ കൊണ്ടായാലും പ്രശ്നമില്ല, ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവന്നാൽ മതി. പക്ഷെ ഇപ്പം കൊണ്ടുപോകുന്നത് ശരിയല്ലോ, ആ ചടങ്ങിന് മുമ്പ്. ഇനിയിപ്പം അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കനക ഇവിടെ നിന്നോളാൻ പറയാണ്. കനക ഇവിടെ നിന്ന് മോളെ നോക്കിയോ, വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടായി പോരെന്ന് ചോദിക്കുക. നവ്യയുടെ മുഖത്താണ് കടന്നൽ കുത്തിയാലേ പോയി. എന്റെ ഭഗവാനെ, എങ്ങാനും അമ്മ ഇവിടെ നിന്ന് തന്റെ കള്ളക്കളികളൊക്കെ വെളിച്ചെത്താവും. ഇനിയിപ്പൊ എന്താ ചെയ്യുന്നേ? പെട്ടെന്ന് നയന ചാടിപ്പറഞ്ഞു, വേണ്ട, അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണ. നവ്യച്ചനെ നോക്കാൻ ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറയാം. മുത്തശ്ശി ചോദിച്ചു, അതെന്താ അമ്മ ഇവിടെ നിൽക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഓ, എനിക്ക് മനസ്സിലായി എന്താന്നുള്ള കാര്യം, നിന്റെ അമ്മായിമ്മനെ പേടിച്ചായിരിക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. ദേവേനി പെട്ടെന്ന് പറഞ്ഞു, ഞാനതിന് ആരോടും ഒന്നും പറഞ്ഞില്ലോ. അമ്മയുടെ അഭിപ്രായം പറഞ്ഞു, അമ്മയുടെ കൊച്ചുമോള്, അതായത് എൻ്റെ മരുമോള്, അവളുടെ അഭിപ്രായം പറഞ്ഞു. പക്ഷെ എനിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല, നിൽക്കണേ നിൽക്കാം, നോക്കണേ നോക്കാം, അതിനിപ്പം എനിക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത് എന്നും പറഞ്ഞ് എന്നെ ബാധിക്കുന്ന കാര്യം പറഞ്ഞ് ദേവേനയും കൂടി കയറി പോവാണ്. എനിക്ക് വല്ലാതെ എന്നാ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുള്ള കാര്യം. പക്ഷെ അത് തുറന്നു പറയാൻ പറ്റില്ലല്ലോ, എല്ലാവരുടെ മുന്നേ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. പിന്നീട് കനക പറഞ്ഞു, അതിന്റെ ആവശ്യമുണ്ടോ, ഇവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ, ഞാൻ അവളെ അങ്ങോട്ട് കൊണ്ടുപോക്കോളാന്ന് പറയണ. പക്ഷെ അതിന് മുത്തശ്ശി സമ്മതിച്ചില്ല. അവസാനം ഗോവിന്ദൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, നീ ഇവിടെ നിന്നോ, നവ്യനെ നോക്കിക്കോ. പക്ഷെ നവ്യാണെങ്കിൽ ഇവിടെ നിൽക്കാം, അമ്മ ഇവിടെ നിൽക്കണമെന്ന് പോലും ഇല്ലായിരുന്നു. അവസാനം നവ്യ പറഞ്ഞു, അമ്മ നിൽക്കേണ്ട, അമ്മ പൊക്കോ, എന്റെ കാര്യം നയനെ നോക്കിക്കോളൂ എന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, നയനയ്ക്ക് എവിടെയാ നോക്കാൻ സമയം, അല്ലെങ്കിൽ തന്നെ അവൾക്ക് ഈ വീട്ടിൽ 100 കൂട്ടം പണിയുണ്ട്, അതിനൊക്കെ നിന്നെയും കൂടെ ശ്രദ്ധിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഗോവിന്ദൻ പറഞ്ഞു, നീ ഇവിടെ നിൽക്കുക, ഞാൻ അങ്ങോട്ട് പൊക്കോളാന്ന് പറഞ്ഞ് എല്ലാവരുടെയും യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുവാണ്. പെട്ടെന്ന് ആ പുറകെ തന്നെ കനയും കൂടെ ഓടിച്ചില്ലാണ്. ഗോവിന്ദേട്ട എന്ത് പരിപാടിയായി കാണിക്കുന്നത്, എന്താ? അല്ല, എന്നെ ഇവിടെ തനിച്ച് നിർത്തിയിട്ട് പോവാണെന്ന് ചോദിക്കുകയാണ്. പിന്നെന്ത് ചെയ്യാനാ? അല്ല ഗോവിന്ദേട്ടൻ അറിയാലോ, ഞാൻ ഇവിടെ നിൽക്കുന്ന 2 മരുമക്കളുടെ അമ്മായിമാർക്ക് ഇഷ്ടമില്ലാന്ന് തോന്നേ, അവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കണോ ഗോവിന്ദേട്ടാന്ന് ചോദിക്കുകയാണ്. നിൽക്കാതെ പിന്നെ? അല്ല ഗോവിന്ദേട്ട, എനിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ല എന്ന് പറയണം. പക്ഷെ ആ അമ്മയുടെ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറയാനും പറ്റില്ല. അവരൊരു കാര്യം ആവശ്യപ്പെട്ട് കഴിയുമ്പം അവരെങ്ങനെ നമ്മൾ വേദനിപ്പിക്കുന്നത്, അതാ ഞാൻ പറഞ്ഞു നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞേ. പക്ഷെ ഉണ്ടല്ലോ, നവ്യയുടെ അമ്മായിമ്മനെ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതെ ജലജയുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരും. അവരിനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ടറിയണമെന്ന് പറയാം. നീ അതൊന്നും കണ്ടും കേട്ടില്ല, നിങ്ങൾ നടിച്ചങ്ങോട്ട് പോയാൽ മതി. നമ്മുടെ മക്കളെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി, വേറൊന്നിനെ കുറിച്ച് നീ ഇപ്പൊ ചിന്തിക്കേണ്ടെന്ന് പറയാണ്. കുറച്ചു ദിവസം നിന്നാൽ മതിയല്ലോ, അത് കഴിഞ്ഞ പിന്നെ നവ്യനും വീട്ടിലേക്കും ഉണ്ടാവല്ലോ, അത് കഴിഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലോ എന്ന് പറയാണ്. ശരിയെന്ന് പറയണം. അതെ, പോകുന്നതിനൊന്നും കുഴപ്പമില്ല, നന്ദുവിനെ പ്രത്യേകം ശ്രദ്ധിച്ചോട്ടോ, അവിടെ സ്വഭാവം അറിയാലോ, അവൾ എന്തൊക്കെയാ കാണിച്ചു കൊടുന്ന് പറയാൻ പറ്റില്ല എന്ന് പറയണം. പിന്നെ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ അങ്ങോട്ട് പോരും കേട്ടോ, ഞാൻ നവ്യനെ ആരെയും നോക്കില്ല എന്ന് പറയണം. ശരി എന്നും പറഞ്ഞു ഗോവിന്ദൻ ഇറങ്ങുവാണ്. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ കനക നിൽക്കുവാണ്. ഇനി അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നത് ഒരു ടെൻഷനുണ്ട്. തനിക്കൊരു പരിചയമില്ലാത്ത ആദ്യമായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നേ, അതിന്റെ ഒരു ടെൻഷനൊക്കെ ആയിട്ട് കനകത്തേക്ക് കയറി പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി ഞാൻ വരാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.